ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ 2023 മാത്തമാറ്റിക്സിൽ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അഥവാ 2023 ഓണപ്പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഓക്കെ, ഏതൊക്കെ ചോദ്യങ്ങളാണ് 2023 സർക്കിൾസ് എന്ന് പറയുന്നത് അഥവാ വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതെന്നും അതിൻ്റെ ഉത്തരങ്ങൾ എങ്ങനെ ചെയ്യാന്നുള്ളതും നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഓക്കെ, നമ്മളുടെ ചാപ്റ്ററിൽ നമ്മളുടെ ഓണപ്പരീക്ഷയ്ക്കുള്ള 4 ചാപ്റ്ററുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 ചാപ്റ്ററുകളാണ് ഒന്ന് അരിത്തമെറ്റിക് സീക്വൻസും സർക്കിൾസും. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതും ആ ചാപ്റ്ററുകളിൽ നിന്നിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയുടെ ഒക്കെ ലിങ്കുകൾ വീഡിയോസൊക്കെ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ കാണാം കേട്ടോ. 2019, 2022, 2023 ഈ 3 വർഷത്തെയും ഓണപ്പരീക്ഷയുടെ ചോദ്യ പേപ്പറിൻ്റെ ഡിസ്കഷൻ, ചാപ്റ്റർ വൈസ് ഡിസ്കഷൻ നമ്മൾ നടത്തുന്നുണ്ട്. 1 അരിത്തമെറ്റിക് സീക്വൻസ്, 2 സർക്കിൾ, 3 മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, 4 സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. ഈ 4 ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻസുകളൊക്കെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് 2023 സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളാണ്. ഓക്കെ, ഫസ്റ്റ് ചോദ്യം. ഇൻ ദ ഫിഗർ OA = AB. ഇൻ ദ ഫിഗർ OA = AB. ചിത്രത്തിൽ OAയും OBയും ഈക്വൽ ആണ്. സ്വാഭാവികമായിട്ടും അത് ഈക്വൽ ആയിരിക്കും, കാരണം റേഡിയസ് ആണ്. ഫൈൻഡ് ആംഗിൾ AOB, ഫൈൻഡ് ആംഗിൾ ACB. ഓക്കെ, ഇനി AOയും OB അല്ല കേട്ടോ റേഡിയസ്. നമുക്ക് നോക്കാം. ഇവിടെ തന്നിട്ടുള്ളത്, ഞാൻ ആ ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ ഈ ചിത്രം പറഞ്ഞിട്ടോ. നോക്കിയാൽ OA എന്ന് പറയുന്നത് ABക്ക് ഈക്വൽ ആണ്. ഓക്കെ, OA എന്ന് പറയുന്നത് OBക്കും ഈക്വൽ ആണ്. കാരണം എന്താ? അത് 2 റേഡിയസ് ആണ്. അപ്പോൾ ആ ത്രികോണം AOB എന്ന് പറയുന്നത് ഇക്വലാറ്ററൽ ആയില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കോണ ആംഗിൾ 60 ഡിഗ്രി വരൂലേ. കണ്ടോ, OA = എന്താണ്? OB ആണ്. അത് 2 റേഡിയസ് ആണ് അഥവാ ആരം. എന്നെ മാർക്ക് ചെയ്തേണ്ട നിങ്ങൾ. OA എന്ന് പറഞ്ഞാൽ ഈ ലൈൻ ഇതാ. ഓക്കെ, OB എന്ന് പറഞ്ഞാൽ ഈ ലൈന്. ഓക്കെ, ഇത് രണ്ടും റേഡിയസ് ആണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും എന്താവും? ഈക്വൽ ആകും. ഇനി നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് OA എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആണ്? ABക്ക് ഈക്വൽ ആണ്. OA എന്ന് പറയുന്നത് ആർക്ക് ഈക്വൽ ആണ്? ABക്ക് ഈക്വൽ ആണ്. OA ആർക്കും ഈക്വൽ ആണ്? OBക്കും ഈക്വൽ ആണ്. അപ്പോൾ 3 സൈഡ് ഈക്വൽ ആയില്ലേ. 3 സൈഡ് ഈക്വൽ ആയാൽ അതെന്ത് ത്രികോണമാകും? സമഭുജ ത്രികോണം അഥവാ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ അത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു കോൺ എത്രയാണ് മക്കളെ? 60 ഡിഗ്രിയാണ്. എത്രയാണ്? 60 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ AOB എന്ന് പറയുന്നത് ആ ത്രികോണത്തിൻ്റെ ഒരു കോണല്ലേ. നമ്മളുടെ പേന എവിടെ പോയി? ഓക്കെ, 1 മിനിറ്റ്. പെൻ. ഓക്കെ, പെൻ. ഓക്കെ, AOB എന്ന് പറഞ്ഞതാ ഈ ആംഗിൾ അല്ലേ. അതാ ത്രികോണത്തിൻ്റെ ഒരു കോണല്ലേ. ത്രികോണത്തിൻ്റെ ഒരു കോൺ എത്രയാപ്പോൾ? 60 ഡിഗ്രി. അപ്പോൾ AOB 60 ഡിഗ്രി. നോക്കിയാ, ഇനി നമുക്ക് കാണേണ്ടത് ACB ആണ്. ഇത് ഈ ACB എന്ന് പറയുന്ന കോണ് AB എന്ന് പറയുന്ന കോഡ് ഞാൻ AB എന്ന് പറയുന്ന കോഡ് അല്ലെങ്കിൽ ഞാൻ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 60 ആണ്. അപ്പോൾ സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? അതിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ACB എത്രയാ? 30 ഡിഗ്രി. ഇപ്പം നമ്മളോട് ചോദിച്ച 2 കോണ് കിട്ടിയില്ലേ. 2 മാർക്കിന് 2023 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിട്ട് എഴുതട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കം റേഡിയസ് 4 സെൻറ്റിമീറ്റർ. 2 ഓഫ് ദ ആംഗിൾസ് ആർ 60 ഡിഗ്രി ആൻഡ് 80 ഡിഗ്രി. പരിവൃത്ത ആരം 4 സെൻറ്റിമീറ്ററും 2 കോണുകൾ 60 ഡിഗ്രി 80 ഡിഗ്രിയുമായ ത്രികോണം വരക്കുക. അപ്പോൾ മക്കളെ, നമുക്ക് റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് 4 ആണ്, ആരം 4 സെൻറ്റിമീറ്റർ ആണ്. 2 കോണ്, ഒന്ന് 60 ഡിഗ്രിയും ഒന്ന് 80 ഡിഗ്രിയും. നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? തന്നിട്ടുള്ള കോണിൻ്റെ ഇരട്ടി എടുക്കുക. 60ൻ്റെ ഇരട്ടി 120 ആണ്, 80ൻ്റെ ഇരട്ടി 160 ആണ്. ഇനി നമ്മൾ ചിത്രം വരക്കാൻ പോകണം കേട്ടോ. ഞാൻ ആ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. റേഡിയസ് 4 ആണ്, 60 ഡിഗ്രിൻ്റെ ഇരട്ടി 120 ഡിഗ്രിയാണ്, 80ൻ്റെ ഇരട്ടി 160 ആണ്. നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ? ആദ്യം സ്കെയിലും കോമ്പസും എടുത്തുകൊണ്ട് നമ്മളുടെ റേഡിയസ് എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ഞാൻ ആ 4 സെൻറ്റിമീറ്റർ റേഡിയസ് എടുത്തുകൊണ്ട് ഞാൻ ആദ്യം എന്ത് ചെയ്യാണ്? ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ, കോമ്പസിൽ 4 എടുത്ത് അത് ലോക്ക് ചെയ്തുകൊണ്ട് ഞാൻ അവിടെ ഒരു സർക്കിൾ വരച്ചു.
ഇനി ഈ സർക്കിളിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്കൊരു റേഡിയസ് വരക്കാം, ഒരു ആരം അല്ലെങ്കിൽ ഒരു റേഡിയസ്. ഇനി പ്രൊട്രാക്ടർ എടുത്തിട്ട് നമ്മളുടെ ആംഗിൾ 120, എവിടെ 120, ആ 120 നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. നിങ്ങൾ കോമ്പസ് പെൻസിലിൽ മാർക്ക് ചെയ്തിട്ട് വരക്കണം. സോഫ്റ്റ്വെയർ ആയതുകൊണ്ടാണ് പ്രൊട്രാക്ടറിൻ്റെ മേലെ കൂടെ വരക്കണേ. പ്രൊട്രാക്ടറിൻ്റെ മേലെ കൂടെ ഒന്നും വരക്കാൻ കഴിയില്ല കേട്ടോ. മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ വെച്ചാണ്ട് അത് മാർക്ക് ചെയ്യുക. ദെൻ ആ 120 വരച്ച ലൈനുമ്പോൾ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, പ്രൊട്രാക്ടർ വെച്ചിട്ട് നമ്മളുടെ അടുത്ത ആംഗിൾ എത്രയാ, 160, ആ 160 വരക്കുക. ഓക്കെ, അപ്പം ഇനി ഈ 3 പോയിന്റുകൾ കണ്ട നിങ്ങൾ സർക്കിളിൽ 3 പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ആ 3 പോയിന്റുകൾ അങ്ങോട്ട് ജോയിൻ ചെയ്യാം. ഇതായിരുന്നു നമ്മളുടെ 120, ഇതായിരുന്നു നമ്മളുടെ 160. അപ്പം ഈ 120 ഓപ്പോസിറ്റ് ഇവിടെ ആയിരിക്കും നമ്മളുടെ 60 ഡിഗ്രി വരിക. ഓക്കെ, ഇനി 160 ഓപ്പോസിറ്റ് ഇവിടെയാണ് നമ്മളുടെ 80 ഡിഗ്രി വരിക. ഓക്കെ, ഇങ്ങനെയാണ് ഇത് വരക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, in the figure chord AB and CD of the circle are extended to meet at P. AB equal to 10 cm, CD equal to 8 cm, PA equal to 16 cm. ചിത്രത്തിൽ ABCD എന്നീ ഞാണുകൾ നീട്ടി പി എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു. AB 10 സെന്റിമീറ്റർ ആണ്, PD 8 സെന്റിമീറ്റർ ആണ്, PA 16 സെന്റിമീറ്റർ ആണ്. ഫസ്റ്റ് ചോദ്യം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് PB? PBയുടെ നീളം എത്രയാണ്? രണ്ടാമത്തെ ചോദ്യം, PC ഇൻറ്റു PD എത്രയാണ്? മൂന്നാമത്തെ ചോദ്യം, ഫൈൻഡ് PC. അപ്പോൾ മക്കളെ, PBയുടെ നീളം എന്ന് പറയുന്നത് എന്താ? PB എന്ന് പറയുന്നത് ഇതാണ്. PAയിൽ നിന്നും, PA എന്ന് പറയുന്ന ഈ ടോട്ടൽ ലെങ്ത്തിൽ നിന്നും AB മൈനസ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും? PBനെ കിട്ടും. PA നമുക്ക് തന്നിട്ടില്ലേ? PA എവിടെ? PA ഏതാ? 16 സെന്റിമീറ്റർ. AB നമുക്ക് തന്നിട്ടില്ലേ? 10 സെന്റിമീറ്റർ. അപ്പൊ 16 10 അങ്ങോട്ട് കുറച്ചാൽ 6 സെന്റിമീറ്റർ. അപ്പൊ PB എത്രയാ? 6 സെന്റിമീറ്റർ. ഇനി PC ഇൻറ്റു PD ഈക്വൽ ടു PA ഇൻറ്റു PB ആണ്. നമുക്കൊരു തിയറി ഉണ്ട്, PA ഇൻറ്റു PB. ഞാൻ എഴുത്തൊന്നും വായിക്കട്ടെ ആദ്യം കേട്ടോ. പിന്നെ നമ്മളുടെ തിയറി ഇങ്ങനെയാണ് കേട്ടോ. സർക്കിളിന്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ? PA എന്ന് പറഞ്ഞ ടോട്ടൽ ലെങ്ത് ഇൻറ്റു പുറത്തുള്ള ലെങ്ത് PB ഈക്വൽ ടു PC ഇൻറ്റു PD. അപ്പൊ PA നമുക്കറിയാം എത്രയാ? PA 16 ആണ്. PB നമ്മളിവിടെ കണ്ടെത്തി 6 ആണ്. അതവിടെ കൊടുക്കുക. ഓക്കെ, ഇനി PC ഇൻറ്റു PD എഴുതിയിട്ട് വേണം നമ്മൾ PC കണ്ടുപിടിക്കാൻ കേട്ടോ. ആദ്യം PA ഇൻറ്റു PB ചെയ്യണം. ഞാനത് ചെയ്തിട്ടില്ല, നമ്മൾ പറഞ്ഞുതരാം. 16 ഇൻറ്റു 6 ചെയ്താൽ മതി കേട്ടോ. 16 ഇൻറ്റു 6 ചെയ്താൽ മതി. 16 ഇൻറ്റു 6 എത്ര? 6 36 6 ശിഷ്ടം 3 വരും. 6 6 3 9 96 വരും കേട്ടോ. PC ഇൻറ്റു PD എത്രയാണ്? 96. കാരണം PA ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PD ആണ്. PA 16 ആണ്. 16 ഇൻറ്റു 6 6 36 6 3 9 96. ഓക്കെ, ഇനി നമ്മൾ PC കാണാൻ പോവാണ്. അപ്പൊ PDയുടെ വാല്യൂ കൊടുത്തു. PD എത്രയാണ്? 8 ആണ്. അപ്പോൾ 16 ഇൻറ്റു 6/8 കൊടുത്തു. ഈ 16നെ നമുക്ക് 8 വെച്ച് ക്യാൻസൽ ചെയ്യാലോ. 8 8 8 16 ആണ്. 2. അപ്പൊ 6 ഇൻറ്റു 2 12 വരും. 6 ഇൻറ്റു 2 12 വരും. കണ്ട, PCയുടെ നീളം എത്രയാണ്? 12. കിട്ടിയില്ലേ? ഓക്കെ. ഇനി അടുത്ത്, in the figure O is the center of the circle, OCB equal to 40 degree, then CBO, BOC, BAC, BDC. ഇത് കാണാനാണ്. ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്, OCB 40 ആണ്. ബാക്കിയുള്ള കോണുകൾ കാണണം. മക്കൾ എവിടെ ശ്രദ്ധിച്ചിട്ട് ഞാൻ ഈ ചിത്രത്തിൽ കുറച്ച് പറഞ്ഞുതരാം. ഇവിടെ OC എന്ന് പറയുന്നതും OB എന്ന് പറയുന്നതും റേഡിയസ് ആണ്. അപ്പൊ ഇവിടെ 40 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയാ? 40 ആണ്. അപ്പൊ CBO അല്ലെങ്കിൽ CBO എന്ന് പറഞ്ഞ ആംഗിൾ ഇതിലുണ്ടോ? CBO ഫസ്റ്റ് കാണാനുണ്ട്. അപ്പൊ CBO എത്രയാണ്? 40 തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത് കാണാൻ BOC ആണ്. ഇവിടെയും 40, ഇവിടെയും 40 ആയിട്ടോ. അപ്പൊ ഇത് എത്രയായിരിക്കും? ഈ നടുക്കുള്ളത് ഒരു ത്രികോണല്ലേ. 40 40 80 ആയി. അപ്പൊ ഇനി സെന്ററിൽ എത്ര? ബാക്കി ഇനി എത്ര ഉണ്ട്? 100 ഉണ്ട് അല്ലെ? 40 40 80 ഒരു ത്രികോണല്ലേ BOC എന്ന് പറയുന്നത്. അപ്പൊ 40 40 80 ആയില്ലേ. ബാക്കി ഇനി എത്ര ഉണ്ട്? 100 ഉണ്ട്.
ഇനി ബി എ സി സെൻറ്ററിൽ 100 നോക്കിയാൽ ബി എന്നും സി എന്നും സെൻറ്റർക്ക് 100. അപ്പോൾ ഇവിടെ സർക്കിളിൽ എത്രയായിരിക്കും? 100ന്റെ പകുതി 50 ആയിരിക്കും. ഇനി ബി ഡി സി ദാ ആംഗിൾ എയും ആംഗിൾ ഡിയും ഓപ്പോസിറ്റ് കോണാണ്. എ ബി ഡി സി എന്ന് പറയുന്ന ഒരു ചതുർഭുജാണ്, അങ്ങനെയും പറയാം. ഓക്കെ, എയും ബിയും ഡിയും സിയും ഒക്കെ ഒരേ മൂലയിലല്ലേ? അല്ലെങ്കിൽ ബി സി സർക്കിളിനെ രണ്ടായിട്ട് ഭാഗിക്കുന്നുണ്ട് അല്ലേ? താഴത്തേക്ക് ഒരു ഭാഗം, മേലേക്ക് ഒരു ഭാഗം. ഈ രണ്ട് ഭാഗത്തെ കോണ് കൂട്ടിയാൽ 180 കിട്ടുക. അപ്പോൾ എ എന്ന് പറയുന്നത് അടുത്ത് 50. അപ്പൊ ഡിന്റെ അവിടെ എത്രയായിരിക്കും? 130 ആയിരിക്കും. അപ്പോഴല്ലേ 180 ആകുക. കാരണം രണ്ട് ഭാഗത്തെ കോണ് കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പൊ അവിടെ 50 ആണെന്നുണ്ടെങ്കിൽ താഴെ എത്രയായിരിക്കും? 130 ആയിരിക്കും. ഇനി അഞ്ചാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ എ ബി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ എ ബി ഈക്വൽ ടു 5 സെന്റിമീറ്റർ പി ബി ഈക്വൽ ടു 3 സെന്റിമീറ്റർ. ചിത്രത്തിൽ എ ബി വ്യാസവും എ പി 5 സെന്റിമീറ്റർ പി ബി 3 സെന്റിമീറ്റർ. ഫൈൻഡ് പി സി. പി സി കാണണം. ഡ്രോ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് പി സി എ സൈഡ്. പി സി ഒരു വശമായിട്ടൊരു സമഭുജ ത്രികോണം വരക്കും വേണം. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ എ ബി ഡയമീറ്റർ ആണ്. എ ബി ഡയമീറ്റർ ഒരു 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ എന്താ? പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ ആണ്. പി എ നമുക്കറിയാം എത്രയാ? 5 ആണ്. പി ബി എത്രയാ? 3 ആണ്. അപ്പോൾ 5 ഇൻറ്റു 3 ഈക്വൽ ടു പി സി സ്ക്വയർ. 5 ഇൻറ്റു 3 എത്രയാ? 15. പി സി സ്ക്വയർ 15 ആണെന്നുണ്ടെങ്കിൽ പി സി എത്രയാ? √15. പി സി എത്രയാ? √15. ഇനി ഇതേപോലത്തെ ഒരു ചിത്രം വരച്ചിട്ട് പി സി ഒരു വശമായിട്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരക്കാനല്ലേ പറഞ്ഞത്? അപ്പം നമുക്കെന്ന് ഞാൻ അതെങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, ഞാനിവിടെ വരക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് നമുക്ക് മെഷർമെൻറ്റുകൾ എടുത്തിട്ട് വരക്കാം. ആദ്യം 5ഉം 3ഉം 8 സെൻറ്റിമീറ്റർ വരക്കണം. 5ഉം 3ഉം 8 സെൻറ്റിമീറ്റർ വരക്കണം. അഞ്ചും 3ഉം 8 സെൻറ്റിമീറ്റർ വരച്ചു. 5 നമുക്കവിടെ മാർക്ക് ചെയ്യാം. അവിടെ നിൽക്കട്ടെ. സെൻറ്റർ ആംഗിൾ ബൈസെക്ടർ ഒന്നും ഞാൻ വരച്ചിട്ടില്ല, കാരണം 5, 3, 8 ആണ്. 8ന്റെ പകുതി 4 അല്ലേ? ആ 4 എടുത്തിട്ട് ഞാനൊരു സെമി സർക്കിൾ വരച്ചു. നിങ്ങൾ ആ സ്കെയിലിൽ 5ന്റെ അവിടെ മാർക്ക് ചെയ്യണം കേട്ടോ. 5ന്റെ അവിടെ മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് 5ന്റെ അവിടെ നിന്ന് എന്ത് ചെയ്യണം? ഒരു സ്ട്രേറ്റ് ലൈന് നമ്മൾ നേരെ 90 ഡിഗ്രിയിൽ നേരെ എന്ത് ചെയ്യണം? വരക്കണം കേട്ടോ. കിട്ടുന്നില്ല, നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു മിനിറ്റ്. ആ കോമ്പസിൻ്റെ നീഡിൽ നമുക്ക് അവിടെ 5ൻ്റെ അവിടെ കേട്ടോ. നിങ്ങൾ പെൻസിലേറ്റ് എന്ത് ചെയ്താൽ മതി? 5ൻ്റെ അവിടെ വെച്ചാൽ മതി കേട്ടോ മക്കളെ. ഞാൻ ഈ സോഫ്റ്റ്വെയറിൽ എന്താണെന്ന് അറിയില്ല, സ്കെയിൽ അവിടെ ഉണ്ടായതുകൊണ്ട് 5 അവിടെ മാർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ആ കോമ്പസിൻ്റെ നീഡിൽ കറക്റ്റ് 5ൻ്റെ അവിടെ വെച്ചിട്ട് ഇനി എന്ത് ചെയ്യണം? ആ സ്കെയിൽ 5ൻ്റെ അവിടെ കൊണ്ടുപോകണം കേട്ടോ. എന്നിട്ട് നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് 90 ഡിഗ്രിയിൽ തന്നെ പോകണേ. 90 ഡിഗ്രി, അല്ലെങ്കിൽ പ്രൊട്രാക്ടർ വെച്ച് വരച്ചാലും മതി കറക്റ്റ് 90 ഡിഗ്രി. അല്ലെങ്കിൽ സ്കെയിൽ വെക്കുമ്പോൾ നിങ്ങൾ കറക്റ്റ് ആ സ്കെയിലിലെ സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ ഉണ്ടല്ലോ, കറക്റ്റ് ആ വരമ്പ് വരുന്ന രീതിയിൽ വെക്കണം കേട്ടോ. എന്നിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ അവിടെ നിന്ന് എന്ത് ചെയ്യുക? നേരെ മേലേക്ക് വരക്കുക. ഇതാണ് നമ്മളുടെ പി സി അല്ലേ? ഇവിടെ നമുക്ക് 5ഉം കിട്ടും. ഇവിടെ 5, ഇവിടെ 3. അപ്പോൾ മേലെ √15. ഇനി പി സി ഒരു സൈഡായിട്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരക്കാൻ പറഞ്ഞില്ലേ? കോമ്പസ് എടുത്തുകൊണ്ട് ആ ലെങ്ത് നമ്മൾ കോമ്പസിൽ എടുക്കുക. എടുത്തു. കോമ്പസ് നമുക്ക് ലോക്ക് ചെയ്യാം. ഇനി നമ്മൾ രണ്ട് ഭാഗത്തുനിന്ന് ഓരോ ആർക്ക് വരച്ചു. ആദ്യം താഴത്തുനിന്ന് ഞാനൊരു ആർക്ക് വരച്ചു. ഇനി കോമ്പസ് മേലെ ഫിക്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ ആർക്കിനെ കട്ട് ചെയ്യണം. വേണ്ടേ? ഓക്കെ, ഓക്കെ, ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് അവിടെ ഒരു ആർക്കും കൂടി വരക്കണം. ഇനി ഈ ആർക്കുകൾ കൂട്ടിമുട്ടിയ പോയിന്റൊക്കെ എന്ത് ചെയ്താൽ മതി? നമ്മളൊരു സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ മതി, നമ്മുടെ സ്കെയിലും പെൻസിലും ഉപയോഗിച്ചാണ്ടേ. ഇതാണ് നമ്മളുടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. പി സി ഒരു വശമായിട്ടുള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് ഈ കാണുന്നത്. ഓക്കെ, പി സി ഒരു വശമായിട്ടുള്ള ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കിട്ടിയില്ലേ? ഓക്കെ, ആദ്യം 5, 3, 8 വരച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ സെമി സർക്കിൾ വരക്കുക. 5ൻ്റെ അവിടെ നിന്ന് നേരെ വരക്കുക. അത് കോമ്പസിൽ എടുത്തിട്ട് ട്രയാങ്കിൾ വരക്കുക. ഓക്കെ, ഇനി അടുത്തത്. ഇൻ ദ ഫിഗർ കോഡ് എ ബി ആൻഡ് സി ഡി ഇന്റർസെക്ട് അറ്റ് പി.
എ ബി ഈക്വൽ ടു 13 സെൻറ്റിമീറ്റർ, സി ഡി ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ, പി ഡി ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. ചിത്രത്തിൽ എ ബി സി ഡി എന്നീ ഞാണുകൾ പി എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നു. എ ബി 13 സെൻറ്റിമീറ്റർ ആണ്, സി ഡി 15 സെൻറ്റിമീറ്റർ ആണ്, പി ഡി 3 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി സി? ഇഫ് പി ബി ഈക്വൽ ടു എക്സ്, ഫൈൻഡ് പി എ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി ബി? നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം കേട്ടോ. ആദ്യം പി സി കാണണം. നമുക്ക് തന്നിട്ടുള്ള ലെങ്ത്തുകൾ ഏതൊക്കെയാണ്? എ ബി തന്നിട്ടുണ്ട്, ടോട്ടൽ ലെങ്ത് ആയ എ ബി തന്നിട്ടുണ്ട്. പിന്നെ സി ഡി, ടോട്ടൽ ലെങ്ത് ആയ സി ഡി തന്നിട്ടുണ്ട്. പിന്നെ പി ഡിയും തന്നിട്ടുണ്ട്, ഈ സ്മോൾ ലെങ്ത് ആയ പി ഡിയും തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആരാ? പി സി ആണ് കാണാൻ പറഞ്ഞുള്ളത്. അപ്പോൾ സി ഡിന്ന് പി ഡി മൈനസ് ചെയ്താൽ മതി. സി ഡി എത്രയാണ്? 15 ആണ്, പി ഡി 3 ആണ്. 15 3 കുറക്കണം, 12 കിട്ടും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ പി എ ഈക്വൽ ടു പി ബി എക്സ് ആണെന്നാണ്. ടോട്ടൽ ലെങ്ത് ആണ് എക്സ് കേട്ടോ. പി എ എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത് എന്താണ്? സോറി, പി എ ടോട്ടൽ ലെങ്ത് അല്ല, പി എ ഈ ചെറിയ ലെങ്ത് അത് എക്സ് ആണ്. ഈ ചെറിയ ലെങ്ത് എക്സ് ആണ്. അപ്പോൾ പി ബി എത്രയാണെന്ന് ചോദിച്ചു. ടോട്ടൽ ലെങ്ത് 13 അല്ലേ? ടോട്ടൽ ലെങ്ത് ആയ എ ബി എത്രയാണ്? എ ബി 13 ആണ്. എ ബി എത്രയാണ്? 13 ആണ്. അതിൽ പി എ എക്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പി ബി എത്രയായിരിക്കും? 13 എക്സ് മൈനസ് ചെയ്താൽ പോരെ അല്ലെ? ടോട്ടൽ ലെങ്ത് ആയ 13 നിന്നും പി എ ആയ എക്സ് മൈനസ് ചെയ്താൽ നമുക്ക് പി ബി കിട്ടും, അഥവാ 13 മൈനസ് എക്സ്. ഇനി പി എ നമ്മൾ കണ്ടു. ഇനി ലെങ്ത് ഓഫ് പി ബി കാണണം. അത് നമ്മുടെ ഇക്വേഷൻ നമ്മൾ കൊടുത്തു. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. നമുക്ക് തന്നിട്ടുള്ള ലെങ്ത് ആൾ മുഴുവൻ ഞാനിവിടെ കൊടുക്കാൻ പോകും കേട്ടോ. പി എ എന്താ? 13 മൈനസ് എക്സ്. പി ബി നമ്മളോട് എക്സ് എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ അത് എക്സ്. പി സി 12 ആണ്, പി ഡി 3 ആണ്. ഒക്കെ നമ്മൾ കണ്ടെത്തിയ പ്രകാരം നമ്മൾ വാല്യൂസ് കൊടുത്തു. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം മക്കളെ. 13 ഇൻറ്റു എക്സ് എവിടെ? 13 ഇൻറ്റു എക്സ് 13 എക്സ് മൈനസ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ. 12 ഇൻറ്റു 3 36 കിട്ടും. ഓക്കെ, ആദ്യം ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ? ഈ മൈനസ് എക്സ് സ്ക്വയറിനെ ഇപ്പുറത്ത് കൊടുന്നു, ഈ 13 ഞാൻ ഇപ്പുറത്ത് കൊടുന്നു. അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ എന്തായി? പ്ലസ് എക്സ് സ്ക്വയർ ആയി. പ്ലസ് 13 എക്സ് എന്തായി? മൈനസ് 13 എക്സ് ആയി. പ്ലസ് ഒരു 36 ഇവിടെ ഉണ്ട്, ഈക്വൽ ടു 0. അതിന് ഞാൻ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac/2a കൊടുത്തു. 13/2 എടുക്കാനൊന്നും നിന്നില്ല, ആ ഫ്രാക്ഷൻ അല്ലേ, വേണ്ട. ഓക്കെ, മൈനസ്. ഇനി വാല്യൂ കൊടുത്ത് നോക്കിക്കോട്ടോ. ആദ്യം മൈനസ് കൊടുത്തു, ഇനി ബിയുടെ വാല്യൂ, ബിന്റെ കൂടെയും ഒരു മൈനസ് ഉണ്ട്, അതുകൊണ്ടാണ് -13. പ്ലസ് ഓർ മൈനസ് -13ന്റെ സ്ക്വയർ -4 ഇൻറ്റു എ എന്ന് പറഞ്ഞ എക്സ് സ്ക്വയറിന്റെ കൂടെ അത് 1 ആണ്. ഇൻറ്റു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് 36, പിന്നെ 2 ഇൻറ്റു 1. ഓക്കെ, ഇനി ഇത് ചെയ്യാണ്. 2 മൈനസ് വരുമ്പോൾ അത് +13 ആയി. -13ന്റെ സ്ക്വയർ 169 ആണ്. 4 ഇൻറ്റു 1 4 ആണ്. 6 4 24, 4 3 12 2 14 144. ഓക്കെ, ഇനി 9 4 പോയ 5 കിട്ടും. 6 4 പോയ 2 25. 169 144 പോയാൽ എത്രയാ? 25. 25ന്റെ റൂട്ട് എത്രയാ? 5. ഓക്കെ, അപ്പോൾ 13 + 5/2 അല്ലെങ്കിൽ 13 - 5/2. അപ്പോൾ 13ക്ക് 5 കൂട്ടിയാൽ 18/2 അല്ലെങ്കിൽ 8/2. 9 അല്ലെങ്കിൽ 4. എക്സിന്റെ വാല്യൂ 9 അല്ലെങ്കിൽ 4. ഓക്കെ, നമ്മളുടെ പി ബി ആണ് കാരണം നമ്മളുടെ എക്സ് 9 അല്ലെങ്കിൽ 4. ഇഫ് എക്സ് ഈക്വൽ ടു 9 ആയാൽ, എക്സ് 9 ആയാൽ പി ബി എത്രയായിരിക്കും? 9ഉം പി എ 4ഉം ആയിരിക്കും. ഇഫ് എക്സ് ഈക്വൽ ടു 4 ആയാലോ, പി ബി 4ഉം പി എ 9ഉം ആയിരിക്കും. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം. ഇൻ ദ ഫിഗർ എ ബി സി ഡി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. പി ബി സി ഈക്വൽ ടു 75 ഡിഗ്രി, ബി എ ഡി ഈക്വൽ ടു 70. ബാക്കിയുള്ള കോണുകൾ കാണണം. ഓക്കെ, അപ്പോൾ എ ബി സി എന്ന് പറയുന്ന ഓരോ കോണുകൾ കണ്ടുപിടിക്കാൻ പോവാണ് നമ്മൾ കേട്ടോ. എ ബി സി എന്ന് പറഞ്ഞാൽ നോക്കിയാൽ എ ബി സി എവിടെ? എ ബി സി എവിടെ? എ ബി സി ഇതല്ലേ? ഇതൊരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ? അപ്പോൾ ആ സ്ട്രൈറ്റ് ലൈനിൽ നിന്ന് 75 പോയാൽ പോരെ. സ്ട്രൈറ്റ് ലൈനിൻ്റെ ആംഗിൾ 180 ആണ്. അതുകൊണ്ടാണ് ഇവിടെ 180 - 75 105 കിട്ടിയത്. എന്തുകൊണ്ടാണ് 180 - 75 മനസ്സിലായില്ലേ? എ ബി പി എന്ന് പറയുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. ഇനി അടുത്ത ബി സി ഡി. ഓക്കെ, ബി സി ഡി നോക്കിയാൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് ബി സി ഡി. അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ എതിർക്കോണുകൾ കൂട്ടിയാൽ 180 കിട്ടണ്ടേ? എ ബി സി ഡി സൈക്ലിക് ആണല്ലോ, അപ്പോൾ എതിർക്കോണുകൾ കൂട്ടുമ്പോൾ 180 കിട്ടണ്ടേ? എ 70 ആണ്, അപ്പോൾ ബി സി ഡി എത്രയാണ്? 110 ആണ്. അപ്പോഴല്ലേ 180 കിട്ടുക. ഇനി അടുത്ത ഏതാ? എ ഡി സി അതേപോലെ തന്നെ നോക്കിയാൽ ഇവിടെ നമുക്ക് 105 കിട്ടി, ഇവിടെ നമുക്ക് 105 കിട്ടി. അപ്പോൾ എതിർക്കോണ് കൂട്ടുമ്പോൾ 180 കിട്ടണ്ടേ? ഇവിടെ ബി എന്ന് പറയുന്നത് 105 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? അപ്പോൾ 75 ആയിരിക്കും. ഇനി എ ഡി ക്യു ഇതൊരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ? സ്ട്രൈറ്റ് ലൈൻ അല്ലേ? അപ്പോൾ ഇവിടെ 75 ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് എത്രയായിരിക്കും? 105 ആയിരിക്കും
അല്ലേ? 180 75 പോയാൽ 105. എല്ലാ കോൺ എത്ര പെട്ടെന്നാണ് കിട്ടിയെന്ന് അറിയാം. 4 മാർക്കിന് ചോദിച്ച വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണിത്. Draw a rectangle of side 6 cm and 4 cm. Draw a square of area equal to the area of this rectangle. 6 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം വരച്ച് ചതുരത്തിന് തുല്യ പരപ്പളവുള്ള സമചതുരം വരക്കണം. അപ്പോൾ ആദ്യം നമുക്ക് 6 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ വീതിയുമുള്ള ചതുരം വരക്കാം. 6 സെന്റിമീറ്റർ നീളം വരച്ചു. ഇനി 4 സെന്റിമീറ്റർ വീതി വരക്കണം. കറക്റ്റ് ആ ലൈന് നമ്മളുടെ ഈ ലൈന് കറക്റ്റ് നിൽക്കുന്ന പോലെ വെക്കണ്ടെങ്കിൽ അത് 90 ഡിഗ്രി ആവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് വരക്കുക കേട്ടോ. 6ഉം 4ഉം ഓക്കെ 4 6ഉം 4ഉം ആറും 4ഉം. ഇനി അപ്പുറത്തൊരു 6 വരക്കാം കേട്ടോ. ഇനി നമ്മൾ വരച്ച ആ 4 സെന്റിമീറ്റർ വീതി ഉണ്ടല്ലോ, ആ 4 സെന്റിമീറ്റർ വീതിനെ ഈ 6 സെന്റിമീറ്ററിന്റെ കൂടെ കൂട്ടി വരക്കണം. അപ്പോൾ 6ഉം 4ഉം മൊത്തം 10 സെന്റിമീറ്റർ കേട്ടോ. കറക്റ്റ് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് പോകാനാണ് ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ വരക്കുന്നത് കേട്ടോ. ചിലപ്പോൾ നമ്മൾ ആ 6ന്റെ അവിടെ നിന്ന് വരച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയൊക്കെ പോകും. അതുകൊണ്ട് കറക്റ്റ് സെന്റിമീറ്റർ 10 വരാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 6ക്ക് 4 കൂട്ടണം. അത്ര ആ വീതി നമ്മൾ കൂട്ടി വരക്കണം, അത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ പകുതിയിൽ കൂടുതൽ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് സെൻറ്റർ വയ്ക്കുക. നമ്മളുടെ സ്റ്റെപ്പുകൾ ഇങ്ങനെയാണ് കേട്ടോ. കറക്റ്റ് ഇപ്പോൾ 10ന്റെ സെൻറ്റർ 5 നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഒന്ന് വരച്ച് വെച്ചിക്കുക. കടന്നോട്ടെ, നമ്മളിങ്ങനെയല്ലേ വരച്ച് പഠിച്ചിട്ടുള്ളത്. ഇനി ഈ എന്ത് ചെയ്യുക, നമ്മൾ ഈ വരച്ച ഈ 2 പോയിന്റുകൾ ഉണ്ടല്ലോ, ആ കൂട്ടിമുട്ടിയ പോയിന്റുകൾ ജോയിൻ ചെയ്ത് അപ്പോൾ നമ്മളെ സെൻറ്റർ കിട്ടി. ഇനി നമുക്ക് സെമി സർക്കിൾ വരക്കാം, അർദ്ധവൃത്തം. ഓക്കെ, ഏതെങ്കിലും ഒരു ഭാഗത്തേക്കുള്ള ലെങ്ത് നമ്മൾ എടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, സർക്കിൾ ഒരൊറ്റ വരക്കലാണ്. ആ സെമി സർക്കിൾ വരച്ചാൽ മതി കേട്ടോ, ഫുള്ള് വേണമെന്നില്ലേ. സെമി സർക്കിൾ വരക്കുക. ഇനി സ്കെയിൽ എടുത്തുകൊണ്ട് കറക്റ്റ് നമ്മളുടെ ആ 6ഉം 4ഉം കട്ട് ചെയ്യുന്ന ആ പോയിന്റ് ഒന്ന് ശരിക്കും നോക്കിക്കോട്ടോ. 6ഉം 4ഉം കട്ട് ചെയ്യുന്ന ആ പോയിന്റ് നേരെ സർക്കിളിലേക്ക് നമ്മൾ നേരെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരക്കും. സ്കെയിലും പെൻസിലും വെച്ച് കറക്റ്റ് വരക്കണം കേട്ടോ. ഞാൻ ആ സ്ട്രൈറ്റ് ലൈനിൻ്റെ സോഫ്റ്റ്വെയർ എടുത്തിട്ടാണ് വരക്കുന്നത്, അതുകൊണ്ട് കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് പോകും. നിങ്ങൾ വരക്കുമ്പോൾ സ്കെയിലും പെൻസിലും എടുത്ത് തന്നെ വരക്കുക. കണ്ടോ, കറക്റ്റ് കിട്ടാനും വേണ്ടി. ആ അവിടെ ആയിവാ പോയി. ആ അവിടെ കട്ടെ. ഇനി ആ നീളം നമുക്ക് കോമ്പസിൽ എടുക്കാം. അതാണല്ലോ നമ്മുടെ സ്ക്വയറിൻ്റെ ഒരു സൈഡ്. ആ ഇനി കോമ്പസ് ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കൊടുന്നിട്ട് ഇവിടെ ഒരു ആർക്ക് വരക്കാം. ഇനി നേരെ നമ്മൾ എന്ത് ചെയ്യുക, സ്കെയിലും പെൻസിലും വെച്ചുകൊണ്ട് ഈ ആർക്കിലേക്ക് നേരെ കൂട്ടിമുട്ടിക്കുക. അവിടെ ആയിവാ. ഇനി അതേ മെഷർമെൻറ്റ് തന്നെ കേട്ടോ, ആ ആർക്കിൽ വെച്ചിട്ട് നേരെ മേലേക്ക് ഒരു ആർക്ക് വരക്കുക അവിടെ. ഇനി എവിടുന്ന സ്ക്വയർ വരേണ്ടി, ഇനി ഇപ്പുറത്തെ സൈഡിൽ നിന്നല്ല ഇവിടുന്ന്. അപ്പോൾ കോമ്പസിനെ അവിടെ കൊണ്ടുപോയിട്ട് മേലെ 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 കൊണ്ട് മേലേക്ക് 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 പോട്ടെ. പോട്ടെ. അവിടെ കട്ടെ. അവിടെ. ഇനി ആ ആർക്കിനെ കട്ട് ചെയ്യാം. ഇനി ആ കട്ട് ചെയ്ത പോയിന്റിൽ നിന്നും പോയിന്റിലേക്ക് ഈ 2 ലൈനിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, ഓരോ സ്ട്രൈറ്റ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ
എന്ത് സ്ക്വയർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതാണ് നമ്മളുടെ സ്ക്വയർ മക്കളെ, ഇതാണ് നമ്മുടെ സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ സ്ക്വയർ വരക്കുക. ഓക്കെ, അപ്പോൾ സ്ക്വയർ വരക്കണ ചോദ്യമൊക്കെ എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാണ്. വരക്കാനുള്ളത് നന്നായിട്ട് പഠിച്ചിട്ട് പൊക്കോണം മക്കളെ, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. ഓക്കെ, അടുത്ത ചോദ്യം. ഇൻ ദ ഫിഗർ എ ബി ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ഓഫ് സെൻറ്റർ ഓഫ് പി സി ഈസ് ദ പെർപെൻഡിക്കുലർ ടു എ ബി. ക്യു സി ഈസ് 13 സെൻറ്റിമീറ്റർ, സി ബി 15 സെൻറ്റിമീറ്റർ, പി ക്യു 5 സെൻറ്റിമീറ്റർ. ചിത്രത്തിൽ ഒ വൃത്തകേന്ദ്രവും എ ബി വൃത്തത്തിൻ്റെ വ്യാസവുമാണ്. പി സി എ ബിക്ക് ലംബവുമാണ്. ക്യു സി 13 സെൻറ്റിമീറ്റർ, സി ബി 15 സെൻറ്റിമീറ്റർ, പി ക്യു 5 സെൻറ്റിമീറ്റർ. ഫൈൻഡ് പി സി. പി സി കാണണം. ഓക്കെ, പി സി കാണാം. നോക്കിയാ, പി സി കാണാൻ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കണ്ടോ. ഇവിടെ 90 ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് എത്ര വരും? 90 വരും. അപ്പോൾ ഇവിടെ ക്യു പി സി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ കണ്ടോ. 90-ന് ഓപ്പോസിറ്റുള്ള ഹൈപ്പോട്ടനസ് തന്നിക്കണ, ഒരു സൈഡും തന്നിക്കണ 5 സെൻറ്റിമീറ്റർ ഇല്ലേ, പി ക്യു. അപ്പോൾ ഇവിടെ പൈതഗോറസ് നമ്മൾ കൊടുത്തു. ക്യു സി സ്ക്വയർ ഈക്വൽ ടു ക്യു പി സ്ക്വയർ പ്ലസ് പി സി സ്ക്വയർ. ക്യു സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടനസ് ആണ്. എച്ച് സ്ക്വയർ ഈക്വൽ ടു, ഈ ഇക്വേഷനാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടോ. എച്ച് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എച്ചിൻ്റെ സ്ഥാനത്ത് ക്യു സി, ക്യു സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എയുടെ സ്ഥാനത്ത് ക്യു പി സ്ക്വയർ ഇസ് പ്ലസ് ബിയുടെ സ്ഥാനത്ത് പി സി സ്ക്വയർ. ഇനി എച്ച് എത്രയാ? 13. അപ്പോൾ 13ൻ്റെ സ്ക്വയർ ഈക്വൽ ടു ക്യു പി 5, 5ൻ്റെ സ്ക്വയർ പ്ലസ് പി സി സ്ക്വയർ. 13ൻ്റെ സ്ക്വയർ 169. ഈ 25ന് ഇപ്പുറം കൊണ്ടുപോയി. 169 25 പോയാൽ 144. പി സി സ്ക്വയർ 144 ആണെങ്കിൽ പി സി എത്രയാ? √144. അത് 12 ആണ്. അപ്പൊ പി സി കിട്ടി എത്രയാ? 12. ഇനി പി ബി കാണണം. പി ബി കാണാൻ ഇപ്പുറത്തെ റൈറ്റ് ട്രയാങ്കിൾ എടുത്തു. എവിടെ പേന ഇടറാ. ഈ റൈറ്റ് ട്രയാങ്കിൾ 90-ന് ഓപ്പോസിറ്റ് സി ബി. അപ്പോൾ സി ബി സ്ക്വയർ ഈക്വൽ ടു പി ബി സ്ക്വയർ പ്ലസ് പി സി സ്ക്വയർ. സി ബി എത്രയാ? 15. പി ബി എത്രയാ? അറിയില്ല. പി സി എത്രയാ? 12. 15ൻ്റെ സ്ക്വയർ 225. 144 ഇപ്പുറത്തോട്ട് വാ. 125-ന്ന് 144 കുറക്കണം. ഓക്കെ, 125-ന്ന് 144 കുറച്ചു. 81. 5-ന്ന് 4 പോയ 1, 2-ന്ന് 4 പോല, 12-ന്ന് 4 പോയ 8, 1-ന്ന് 1 പോയ 0. 81. പി ബി സ്ക്വയർ 81 ആണ്. അപ്പോൾ പി ബി എത്രയാ? √81 അഥവാ 9. ഇനി എ ബി കാണണം. എ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ടോട്ടൽ ലെങ്ത് കാണണം. ഓ സെൻറ്റർ അല്ലേ, ഇത് സെൻറ്റർ അല്ലേ. എന്നാ ഇവിടെ നോക്കിക്കോട്ടോ. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ ആണ്. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ ആണ്. പി എ നമുക്കറിയില്ല, പി ബി നമുക്കറിയാം, പി സി നമുക്കറിയാം. കൊടുക്കുക. പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി സ്ക്വയർ. പി സി 12 ആണ്. എവിടെ അതാ പി സി 12. 144. ഓക്കെ, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു 144 എന്ന് കിട്ടും. ഓക്കെ, സി ക്വസ്റ്റ്യൻ പി എ ഇൻറ്റു പി ബി കാണാനാണ് അല്ലേ. ഇവിടെ സി ക്വസ്റ്റ്യൻ ഉണ്ട്. സോറി, ഞാൻ കണ്ടില്ല. പി എ ഇൻറ്റു ബി ബി എത്രയാണ്? 144 ആണ്. പിന്നെയാണ് എ ബി കാണാൻ കേട്ടോ. പി എ ഇൻറ്റു ബി ബി എത്രയാണ്? 144. ഇനി പി ബി എത്ര? 9 ആണ്. അപ്പോൾ പി എ ഇൻറ്റു പി ബിയുടെ സ്ഥാനത്ത് 9 കൊടുത്തു. ആ 9 അപ്പുറം പോകുമ്പോൾ ഹരിക്കാനാവും. 144-ന് 9 കൊണ്ട് ഹരിച്ചാൽ 16 കിട്ടും. 14-ൽ ഒരു പ്രാവശ്യം, ഒരു 9 9. ബാക്കി എത്ര ഉണ്ട്? 3 ഉണ്ട് അല്ലേ. ഈ 4-നെ അങ്ങോട്ട് ഇറക്കിയത് 34. 9 6 34. സോറി, 9 6 54 ആണല്ലോ. ഒരു 9 54 5 വരിക. സോറി കേട്ടോ, എന്തൊക്കെയാടാ ചെയ്തി വെക്കണ്. ഒരു മിനിറ്റ്. 14-ന് ഒരു 9 9. 9 പോയി കഴിഞ്ഞാൽ 10 11 12 13 14. 5 വരെ റിമൈൻഡർ. ഇപ്പം 54 അല്ലേ. 9 6 54 16. അപ്പോൾ പി എ 16. പി എ ആണോ നമ്മളോട് ചോദിച്ചിരിക്കണേ? എ ബി ആണ്. പി എ 16, പി ബി എത്രയാ? പി ബി 9. അപ്പോൾ 16 9 കൂട്ടിയാൽ എത്ര കിട്ടും? 25 കിട്ടും. അപ്പോൾ എ ബിയുടെ നീളം എത്രയാ? 25. ഓക്കെ, ഇനി 10ാമത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ പി ക്യു ആർ എസ് ഈസ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. കോഡ് പി ആർ ക്യു എസ്, അങ്ങനെ കുറേ സാധനം ഉണ്ടാവും. പോട്ടെ. പി എസ് ക്യു 50 ആണ്, എസ് പി ആർ 30 ആണ്, പി ക്യു എസ് 65 ആണ്. താഴെ തന്നിട്ടുള്ള ഓരോ കോണ് കാണുന്നുണ്ട്. ആദ്യം പി ആർ ക്യു. എവിടെ പി ആർ ക്യു? പി ആർ ക്യു ഈ കോണ്
നോക്കിയ മക്കളെ, പി എന്നും ക്യൂ എന്നും പോണ കോണാണ്. പി എന്നും ക്യൂ എന്നും പോകുന്ന വേറെ 2 ലൈനുകളാണ് ഈ കാണുന്നത്. ഇങ്ങനെ വന്നിട്ട് ഇവിടെ എസ്സിൽ തട്ടും, പി ഇങ്ങനെ വന്നിട്ട് എസ്സിൽ തട്ടും. അത് എത്രയാ? 50 ആണ്. അപ്പൊ പി ആർ ക്യൂ എത്രയാ? 50 ആണ്. ഇനി പി ആർ എസ് എന്ന് പറയുന്നത് ഈ കോൺ കേട്ടോ. അപ്പൊ പി എന്നും എസ് എന്നും പോകുന്ന വേറെ 2 നേരെ ക്യൂയിലോട്ട് വരും. പി നിന്ന് നേരെ ക്യൂയിലോട്ട് വരും 65. അപ്പൊ ഇവിടെ എത്രയാ? 65 കണ്ട. ഇനി ആർ ക്യു എസ് ഇത് ഇങ്ങേരി ഇയാള് ആറിന്നും ക്യൂ ഒന്ന്, ആറിന്നും എസ് ഒന്ന് കേട്ടോ. ആറിന്ന് നേരെ 35, എസ് എന്ന് നേരെ 35. അപ്പൊ ആർ ക്യു എസ് എത്രയാ? 35. ഇനി ക്യൂ പി ആർ, എവിടെ ക്യൂ പി ആർ കിട്ടിയിട്ടില്ല. ഇതാണ് ക്യൂ പി ആർ. അതിന് ഈ ആംഗിൾ നമുക്കറിയില്ല. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കാനും നോക്കിയാ. ക്യൂ പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 65 35 ഏതൊക്കെയാ? 65 35 കൂടി എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി ക്യൂ പി ആർ കാണാൻ. കാരണം ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ. അപ്പൊ 180 150 പോയാൽ 30 കിട്ടും. എത്ര കിട്ടും? 30 കിട്ടും. ഒരു മിനിറ്റ്, ക്യൂ പി ആർ ഇതൊക്കെ ഒന്ന് മായ്ക്കട്ടെ കേട്ടോ. ഇറേസോള് ക്യൂ പി ആർ ഇതല്ലേ നമുക്ക് കാണണ്ടേ? ആംഗിൾ മാറിപ്പോയാ. ക്യൂ പി ആർ പിയും ആറും കൂട്ടിയ 180. ഈ ആംഗിൾ എത്രയാ? 65 ആണ്. ഈ ആംഗിൾ എത്രയാ? 50 ആണ്. ഇത് എത്രയാ? 35. ഓക്കെ, ശരി അല്ലേ. അപ്പോൾ പിയും ആറും കൂട്ടിയാൽ 180 ആണ്. അതിൽ ഈ ഒരു ആംഗിളും കൂടിയാണ് കിട്ടാനുള്ളത്. അപ്പോൾ 180 65 50 35 ഇതെല്ലാം കൂടിയും കൂട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. ഇതെല്ലാം കൂടിയും കൂട്ടുമ്പോൾ 5 5 10 0 ഇഷ്ടം 1 3 4 5 4 9 6 15 150 കിട്ടും. 180 150 പോയാൽ 30. അപ്പോൾ അവിടെ 30 കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ആരെ കാണാനല്ലേ? ക്യൂ പി ആർ കഴിഞ്ഞാൽ പി എസ് ആർ. എവിടെ പി എസ് ആർ? പി എസ് ആർ എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 30 ആയിരിക്കും. അപ്പൊ 50 30 80 കിട്ടിയില്ലേ? 50 30 80. പി എസ് ആർ എന്ന് പറയുന്നത് രണ്ടും കൂടി ചേർന്നിട്ടല്ലേ. അപ്പൊ 50 30 80. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 2023 സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും നല്ല കുട്ടികളായിട്ട് എന്ത് ചെയ്യുക? ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ 2020 ഓണപരീക്ഷയ്ക്കുള്ള നമ്മുടെ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മളിവിടെ തീർക്കണം. 2019 2022 ഇപ്പോൾ 2023 നമ്മൾ ചെയ്തു. ബാക്കി 2 വർഷങ്ങൾ നമുക്ക് ഈ കൊറോണ കാരണം നമുക്ക് എക്സാമുകൾ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ആ പേപ്പർ ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത 3 ഇയറിലെയും ക്വസ്റ്റ്യൻസുകൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സാകാൻ കഴിയട്ടെ. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. 10ാം ക്ലാസ്സിൽ എക്സാം എഴുതുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും പാസ്സാവട്ടെ. സീ സൂൺ, ബൈ.